എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടറിൽ നമുക്ക് വേണമെങ്കിൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കാം. എന്തായിരിക്കും ആ എനർജി സ്റ്റോർഡിനുള്ള ഇക്വേഷൻ? ഏകദേശം ഇതേപോലത്തെ ഒരു ടോപ്പിക്ക് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. എന്തൊക്കെയായിരുന്നു ഇക്വേഷൻ? എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ യൂസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c എന്ന് എഴുതാം, അല്ലെങ്കിൽ യു ഈസ് ഈക്വൽ ടു ഹാഫ് CV സ്ക്വയർ എന്ന് എഴുതാം. ഏകദേശം അതുപോലത്തെ തന്നെ ഒരു ടോപ്പിക്കാണ് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടറിൽ, കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻഡക്ടറിലും എനർജി സ്റ്റോർ ചെയ്ത് വെക്കാം. കപ്പാസിറ്ററിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമാറ്റിലാണ് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നതെങ്കിൽ ഇൻഡക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോർമാറ്റിലാണ് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ഒരു ടോപ്പിക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എനർജിക്കുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യലാണ്. നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്. എൻ്റെ കയ്യിൽ ഒരു ഇൻഡക്ടർ ഉണ്ട്. ഈ ഇൻഡക്ടറിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് ക്യാപിറ്റൽ L. ആ ഇൻഡക്ടറിൽ കൂടി ഞാനൊരു കറണ്ട് കടത്തി വിടുന്നുണ്ട്, I എന്ന് പറയുന്ന കറണ്ട് കടത്തി വിടുന്നുണ്ട്. ആ കറണ്ട് സപ്ലൈ ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു സോഴ്സ് ഓഫ് EMF ഉണ്ട്. കറണ്ടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു കീ ഉണ്ട്. ആ കറണ്ടിനെ വാരി ചെയ്യാനായിട്ട് ഒരു റിയോസ്റ്റാറ്റുമുണ്ട്. ഇനി റിയോസ്റ്റാറ്റ്, അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ടാണ് ഈ ഒരു ഇൻഡക്ടറിൽ കൂടി പോകുന്നത്. ആ ഇൻഡക്ടറിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ആ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് കറണ്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആ സെൽഫ് ഇൻഡക്ഷനിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഇൻഡക്ടറിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറണ്ട് റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് മാറ്റി കഴിഞ്ഞാൽ ആ ഇൻഡക്ടറിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ ഇൻഡക്ടറുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡ് മാറുകയും അതേ ഇൻഡക്ടറിൽ ഒരു ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ആ ബാക്ക് EMF നമ്മൾ കൊടുക്കുന്ന കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ബാക്ക് EMF എന്ന് വിളിക്കുന്നത് തന്നെ. ഈ ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസ് ആണ് L എന്ന് പറയുന്നത്. നമ്മളവിടെ കറണ്ട് മാറ്റുന്നുണ്ട്. ഒരു പ്രത്യേക സമയമെടുത്ത് നമ്മൾ കറണ്ട് മാറ്റുന്നുണ്ട്. കറണ്ടിലുണ്ടാകുന്ന ചേഞ്ചാണ് DI. ആ കറണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളെടുത്ത സമയമാണ് DT. അവിടെയുള്ള സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് ക്യാപിറ്റൽ L. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ ആ ഇൻഡക്ടർ പ്രൊഡ്യൂസ് ചെയ്ത ബാക്ക് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു E ഈക്വൽ ടു -L ഇൻറ്റു DI ഡിവൈഡഡ് ബൈ DT. ഈ ഒരു ഇക്വേഷൻ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് സെൽഫ് ഇൻഡക്റ്റൻസ്. E ഈക്വൽ ടു -L ഇൻറ്റു DI ബൈ DT. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കതിനെ ബാക്ക് EMF എന്ന് വിളിക്കാം. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ്. DI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കറണ്ടിലുണ്ടാകുന്ന ചേഞ്ച്. DT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറണ്ട് ചേഞ്ച് ചെയ്യാൻ നമ്മളെടുത്ത സമയം. ഇത് ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു ബാക്ക് EMF നമ്മൾ കൊടുക്കുന്ന കറണ്ടിന് ഓപ്പോസിറ്റായിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ബാക്ക് EMFനെ ഒപ്പോസ് ചെയ്യാതാലാണ് അവിടെ ഒരു കറണ്ടിന് ആ സർക്യൂട്ടിൽ കൂടി പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ ഇൻഡക്ടറിൽ കൂടി ഒരു വാരിയബിൾ കറണ്ട് പോകുമ്പോൾ ഇൻഡക്ടറിൽ ഒരു ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യും. ആ ബാക്ക് EMF എപ്പോഴും അപ്ലൈഡ് കറണ്ടിന് എഗെയിൻസ്റ്റ് ആയിരിക്കും. ആ ബാക്ക് EMFനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ കറണ്ടിനെ സെൻഡ് ചെയ്ത് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ബാക്ക് EMFനെ ഒപ്പോസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്കാണ് അവിടെയുള്ള എനർജി ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ആ വർക്കാണ് അവിടെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നോക്കാം നമുക്ക്. ദ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ ഇൻഡ്യൂസ്ഡ് EMF. അതായത് ഇൻഡ്യൂസ്ഡ് EMFനെ ഒപ്പോസ് ചെയ്താലാണ് നമുക്കൊരു കറണ്ടിനെ കടത്തിവിടാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു വർക്ക് ഡൺ ചെയ്യണം. ആ വർക്ക് ഡൺ W ആണ്. ദ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ സ്മോൾ ടൈം DT. ചെറിയൊരു സമയത്തേക്ക് ഇൻഡ്യൂസ്ഡ് EMFനെ ഓവർകം ചെയ്യാനായി നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്ക് ഡൺ ആണ് DW, വിച്ച് ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ചെറിയ സമയം DT. ഇതെങ്ങനെ വന്നു? പവർ ഈസ് ഈക്വൽ ടു W ബൈ T ആണ്. ചെറിയ വർക്ക് ഡൺ ആയതുകൊണ്ട് DW, ചെറിയ സമയമായതുകൊണ്ട് DT. സോ DW ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു DT. പവർ ഈസ് ഈക്വൽ ടു എന്താണെന്ന് അറിയാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു കറണ്ട്.
അല്ലെങ്കിൽ EMF ഇൻറ്റു കറണ്ട്. സോ പവറിന് പകരം EI കൊടുത്തു, DT അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു നെഗറ്റീവ് സൈൻ അധികമായിട്ട് ഇട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ നെഗറ്റീവ് സൈൻ? നമ്മൾ വർക്ക് ചെയ്യുന്നത് ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്? ഇവിടെയുള്ള ഇൻഡ്യൂസ്ഡ് EMFന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ വർക്ക് ഈസ് ഡൺ എഗെയിൻസ്റ്റ് ദ ഇൻഡ്യൂസ്ഡ് EMF. dW ഈക്വൽ ടു പവർ ഇൻറ്റു DT, പവർ E ഇൻറ്റു I DT, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ നെഗറ്റീവ് സൈൻ വന്നിട്ടുണ്ട്. അതിന് കാരണം ഇതാണ് ഇൻഡ്യൂസ്ഡ് EMF. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMF ആണ്. ഇവിടെയുള്ള ഇൻഡ്യൂസ്ഡ് EMFന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ ഇടാനായിട്ടുള്ള കാരണം. ഇനി എന്ത് ചെയ്യുക? ഇക്ക് പകരം എന്തുണ്ട്? -L ഇൻറ്റു DI/DT ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ dW ഈക്വൽ ടു -EI dt എന്ന് പറയുന്ന ഇക്വേഷൻ, ഇത് ഇക്വേഷൻ 2 ആണ്. അതിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള E ഈക്വൽ ടു -L ഇൻറ്റു DI/DT എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? dW ഈക്വൽ ടു മൈനസ് ഇങ്ങോട്ട് കോപ്പി ചെയ്ത് എഴുതി, ഇക്ക് പകരം -L ഇൻറ്റു DI/DT, -L ഇൻറ്റു DI/DT ഇൻറ്റു ബാക്കി എന്തുണ്ട്? I ഉണ്ട്. I എടുത്ത് എഴുതിയിട്ടുണ്ട്, DTയും എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി രണ്ട് DT ഇവിടെയുണ്ട്. ഒരാൾ ഡിനോമിനേറ്ററിലുണ്ട്, ഒരാൾ ന്യൂമറേറ്ററിലുണ്ട്. രണ്ടും ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെയും ഒരു മൈനസ് ഉണ്ട്, അത് പ്ലസ് ആയി. സോ dW ഈക്വൽ ടു L എടുത്തെഴുതി, I എടുത്തെഴുതി ഇൻറ്റു DI, ഇക്വേഷൻ 3. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. മൈനസും പ്ലസ് ആയി, DT ക്യാൻസൽ ചെയ്ത് പോയി. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ദെൻ ചെറിയ വർക്ക് ഡൺ, സ്മോൾ വർക്ക് ഡൺ dW ഈക്വൽ ടു L ഇൻറ്റു I ഇൻറ്റു DI, ആൻഡ് ദാറ്റ് ഇസ് ഇക്വേഷൻ 3. നമുക്ക് കിട്ടിയ ഇക്വേഷൻ 3 ഇതായിരുന്നു. dW ഈസ് ഈക്വൽ ടു LI/DI, ഇക്വേഷൻ 3. ഇനി ഇത് ചെറിയൊരു വർക്ക് ഡൺ ആണ്. ചെറിയൊരു സമയത്തേക്ക് നമ്മൾ ചെയ്യേണ്ടി വരുന്ന ചെറിയൊരു വർക്ക് ഡൺ. dW ഈസ് ഈക്വൽ ടു LI/DI. ഇനി ഇവിടുത്തെ വാരിയബിൾ ആരാണെന്ന് നോക്കുക. DI, കറൻറ്റാണ് അവിടെയുള്ള വാരിയബിൾ. കറൻറ്റിന് എവിടെ മുതൽ എവിടെ വരെ വാല്യൂ ചെയ്യാൻ പറ്റും? അതിൻ്റെ മിനിമം വാല്യൂ മുതൽ മാക്സിമം വാല്യൂ വരെ വാരി ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് മിനിമം വാല്യൂ? 0. എന്താണ് മാക്സിമം വാല്യൂ? I0. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ എത്രയാണ്? ടോട്ടൽ വർക്ക് ഡൺ ഇൻ ബിൽഡിംഗ് അപ്പ് ദ കറൻറ്റ് ഫ്രം 0 to I0 ഈസ്. ഈ ഒരു ഇൻഡക്ടർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു സർക്യൂട്ടിൽ കറൻറ്റിനെ നമുക്ക് 0 മുതൽ മാക്സിമം വരെ എത്തിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരുന്ന ടോട്ടൽ വർക്ക് ഡൺ എത്രയാണ്? അതേ വർക്ക് ഡൺ ആണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ചെറിയ വർക്ക് ഡണ്ണിലുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയെങ്കിൽ വലിയ വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡണ്ണിനുള്ള ഇക്വേഷൻ ചെറിയ വർക്ക് ഡണ്ണിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ടോട്ടൽ വർക്ക് ഡൺ ഈക്വൽ ടു ഇൻറ്റഗ്രൽ dW. എവിടെ മുതൽ എവിടെ വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം? വാരിയബിൾ കറൻ്റ് ആയതുകൊണ്ട് കറൻറ്റിൻ്റെ മിനിമം വാല്യൂ മുതൽ മാക്സിമം വാല്യൂ വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സോ W ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to I0 dW. dWന് എന്ത് കൊടുക്കാം? LI/DI കൊടുക്കാം. സോ ഇൻറ്റഗ്രൽ 0 to I0 LI/DI. ഇനി നമ്മുടെ കയ്യിലുള്ള ഒരു ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. അതായത് അതിൻ്റെ ഏരിയ, നമ്പർ ഓഫ് ടേൺസ്, L, ഇതൊക്കെ മാറിയാലാണ് അവിടെ സെൽഫ് ഇൻഡക്റ്റൻസ് മാറുകയുള്ളൂ. അല്ലാതെ കറൻറ്റ് മാറിക്കഴിഞ്ഞാൽ സെൽഫ് ഇൻഡക്റ്റൻസ് മാറുകയില്ല. അതായത് Lനെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. സോ Lനെ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, പുറത്തേക്ക് എടുക്കുന്നു. സോ L ഇൻറ്റു ബാക്കിയുള്ള ടൈം 0 to I0 I/DI. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ x/dx എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. ഇൻറ്റഗ്രൽ x/dxൻ്റെ വാല്യൂ x⁻n+1/n+1 ആണ്. അതായത് ഇവിടെ x⁻n dxൽ x⁻n dx, ഇവിടെ I⁻1di. x⁻n dxൻ്റെ വാല്യൂ x⁻n+1/n+1 ആണ്. ഇവിടെ n പകരം കിടക്കുന്ന ആളാരാണ്? 1. അപ്പോൾ x⁻1+1, ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ 1+1, അഗെയിൻ 2. x²/2 ആണ് ശരിക്കും വരേണ്ടത്. എക്സിന് പകരം കിടക്കുന്നത് I ആയതുകൊണ്ട് L ഇൻറ്റു I² ഡിവൈഡഡ് ബൈ 2. ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഫ്രം ദ ലിമിറ്റ് 0 to I0. ടോട്ടൽ വർക്ക് ഡണ്ണിനുള്ള ഇക്വേഷൻ L ഇൻറ്റു I²/2 ഫ്രം ദ ലിമിറ്റ് 0 to I0 ആണ്. ഇനി നിങ്ങൾക്ക് 2നെ പുറത്തേക്ക് എടുത്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. നോക്കുക, L/2, 2നെ പുറത്തേക്ക് എടുത്തു.
ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. 2നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നത് ഐ സ്ക്വയർ മാത്രം. ഐ സ്ക്വയർ, ഇവിടെ ഐ സ്ക്വയർ ഉണ്ട്. ഐ സ്ക്വയർ ഇൻ ഫ്രം ദ ലിമിറ്റ് 0 to I0. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ആദ്യത്തെ അപ്പർ ലിമിറ്റ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വർക്ക് ഡൺ ഈക്വൽ ടു L/2 ഇൻറ്റു ഐ സ്ക്വയർ ഫ്രം ദ ലിമിറ്റ് 0 to I0യിൽ അപ്പർ ലിമിറ്റ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? L/2 അങ്ങനെ തന്നെയുണ്ട്. ആദ്യം ഐക്ക് എന്ത് കൊടുക്കണം? I0 കൊടുക്കണം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? I0 സ്ക്വയർ എന്ന് പറയുന്ന ടേമിലേക്ക് മാറും. നോക്കുക, L/2 ഐ സ്ക്വയർ ഫ്രം ദ ലിമിറ്റ് 0 to I0. അതിൽ ആദ്യമായിട്ട് ഞാൻ ഐക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കാൻ പോവുക. അപ്പോൾ L/2 അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഐ മാറ്റി I0 കൊടുക്കുക. സോ I0 സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ഐക്ക് പകരം 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ്. സോ ഇക്വേഷൻ L/2 I0 സ്ക്വയർ മൈനസ് 0 ആയിട്ട് മാറും. അതായത് I0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഒന്നുകൂടി വൃത്തിയിൽ എഴുതി കഴിഞ്ഞാൽ ഹാഫ് I0 സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ വർക്ക് ഡണ്ണിനുള്ള ഇക്വേഷൻ. ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഹാഫ് I0 സ്ക്വയർ ആണ്. ഈ വർക്ക് ഡൺ ആണ് അവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക? മാഗ്നറ്റിക് ഫീൽഡ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. കപ്പാസിറ്ററിലാണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡ് എനർജിയാണ്. ഒരു ഇൻഡക്ടറിലാകുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡ് എനർജി ആയി നമുക്ക് പരിഗണിക്കാം. So last sentence, this work done is stored as the magnetic field energy. അതായത് വർക്ക് ഡണ്ണിലുള്ള അതേ ഇക്വേഷൻ നമുക്ക് എന്തായിട്ട് മാറ്റി എഴുതാം? ടോട്ടൽ എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടർ ആയിട്ട് മാറ്റി എഴുതാം. സോ W is replaced as U. U is the total energy stored in the inductor in the form of magnetic field energy. U is equal to half I0 square. ഓക്കെ, ചില സ്ഥലങ്ങളിൽ ഐ മാത്രമേ എടുക്കാറുള്ളൂ. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടാണ്. ഇവിടെ നമ്മൾ മാക്സിമം കറണ്ടാണ് എടുത്തിരിക്കുന്നത് മാത്രം. സോ U is equal to half I0 square. ഇതാണ് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ.